ഹലോ, വെൽക്കം ടു ഇമറിക് ലേണിംഗ് ആപ്പ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് സിവിൽ റിലേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസും അതിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ റിലേറ്റിംഗ് ആയിട്ടുള്ള കോഴ്സസ് ഏതൊക്കെയാണ് നമുക്കുള്ളത്, അതോടൊപ്പം ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് PSC നൽകിയിട്ടുള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2, ഡെമോൺസ്ട്രേറ്റർ, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2. ഇത്തരം പോസ്റ്റസിലേക്കാണ് നമുക്ക് നോർമലി PSC നിന്നൊരു വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, അതായത് വളരെ വലിയൊരു വേക്കൻസീസ് ഉള്ള നോട്ടിഫിക്കേഷൻസ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്. അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 676/2022 എന്നുള്ള കാറ്റഗറി നമ്പറിലേക്കാണ് ഈ ഒരു പോസ്റ്റസിലേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസിന്റെ ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് 4 പോസ്റ്റസിലേക്കാണ് നിലവിൽ ഇപ്പോൾ PSC നമുക്ക് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. അതിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2, ഡെമോൺസ്ട്രേറ്റർ, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഇത്തരം പോസ്റ്റസിലേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. ഇനി ഇതിന് വരുന്ന സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്, അതായത് എത്ര പേയ്മെന്റ് ആണ് നമുക്ക് ആ ഒരു ഗവൺമെന്റ് ബേസിക് സാലറി ആയിട്ട് നൽകുന്നതെന്ന് ചോദിച്ചാൽ 41,000 മുതൽ 87,000 വരെയാണ് നമ്മുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് വരുന്ന വേക്കൻസീസിന്റെ എണ്ണം എന്ന് പറയുന്നത് 54 വേക്കൻസിയാണ് നമുക്ക് ഇതിനകത്തേക്ക് വരുന്നത്. ആക്ച്വലി 54 എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് പറയുന്നത്. അത് കൂടാനാണ് വളരെയധികം ചാൻസ് ഉള്ളത്. അപ്പൊ 54-നേക്കാട്ടും കൂടുതലായിരിക്കും നമുക്ക് ലാസ്റ്റ് എക്സാംസ് ഒക്കെ വന്ന് കണ്ടക്ട് ചെയ്ത് നമുക്ക് ലാസ്റ്റ് എൻഡിങ് പോർഷനിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ വേക്കൻസീസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇതിലും കൂടാനാണ് ചാൻസ്. ദെൻ നമ്മുടെ എക്സാം വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലൈ, അതായത് ഏത് ഡേറ്റ് വരെ നമുക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കാം എന്നുള്ളത്. 1/2/2023, അതായത് ഫെബ്രുവരി മാസം 1-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണം. കാര്യം ഇത് നല്ലൊരു ഓപ്ഷനാണ്, പ്രത്യേകിച്ച് മെക്കാനിക്കൽ ഡിപ്ലോമക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 54 വേക്കൻസി എന്ന് പറയുന്നത് ഒട്ടും കുറവല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഇനി ഇത് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയർ, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കും അതോടൊപ്പം അതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻസ് ആയ BTech, MTech ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടീച്ചിങ് ഫീൽഡൊക്കെ ഒരുപാട് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ കൂടിയായിരിക്കും ഈ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് പ്രീവിയസ് ഇയറിൽ എത്രമാത്രം വേക്കൻസീസ് ഒക്കെ ഉണ്ടായിരുന്നു, ഏത് ഡേറ്റിലാണ് നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്തത്, ടോട്ടൽ എന്തുമാത്രം അഡ്വൈസ് പോയിട്ടുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. നമുക്ക് അതുകൂടെ നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ ഡീറ്റെയിൽസ് നോക്കാം. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ലാസ്റ്റ് കണ്ടക്ട് ചെയ്ത കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 296/2009 എന്നുള്ള കാറ്റഗറി നമ്പറിലാണ് ലാസ്റ്റ് നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്തത്. ഇവിടത്തേക്ക് പോയിട്ടുള്ള നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് 2842 ആപ്ലിക്കേഷൻസ് ആയിരുന്നു നമുക്ക് പോയിട്ടുള്ളത്. ഇനി ഡേറ്റ് ഓഫ് എക്സാം എന്നാണ് കണ്ടക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ 23/5/2011 നമുക്ക് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഉണ്ടായിരുന്നത്. മാക്സിമം മാർക്ക് സ്കോർ ചെയ്തത് 77-ഉം അന്നുണ്ടായിരുന്ന കട്ട് ഓഫ് 36-ഉമാണ്. 150 പേർക്കായിരുന്നു അന്ന് പോയിട്ടുള്ള ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഇതിലേക്ക് വിളിച്ചിട്ടുള്ള കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 43/2011 ആണ്. ഇതിനകത്ത് 2331 ആപ്ലിക്കേഷൻസ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ എക്സാം കണ്ടക്ട് ചെയ്തത് 29/10/2014 എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലേക്കുണ്ടാകുന്ന മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 44.67-ഉം കട്ട് ഓഫ് മാർക്ക് 27.33 ആയിരുന്നു. ഇതിനകത്തേക്ക് പോയേക്കുന്ന ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 33 അഡ്വൈസ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ വിളിച്ചിട്ടുള്ള പോസ്റ്റസിൽ പ്രീവിയസ് ഇയറിൽ എന്തുമാത്രം അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നതും കട്ട് ഓഫ് മാർക്കൊക്കെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. അതും അപ്പോൾ നിങ്ങൾക്കൊരു ടെക്നിക്കൽ സപ്പോർട്ട് വേണ്ടേ പഠിക്കാനായിട്ട്. ആ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഞങ്ങളുടെ ഇമറിക് ലേണിംഗ് ആപ്ലിക്കേഷനിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും. കാരണം ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു,
ഈ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ കോഴ്സ് ഉണ്ടോ, സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. അപ്പൊ നമ്മൾ ഓൾറെഡി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് പോയാലോ? ഈ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. നമുക്ക് നോർമലി ഈ കോഴ്സസിനെല്ലാം നമുക്ക് പ്രീ റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമ്മുടെ ആപ്ലിക്കേഷനകത്ത്. അതായത് എല്ലാവരും നമ്മുടെ വർക്ക് റിലേറ്റിംഗ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ റെക്കോർഡ് സെഷൻസ് ആണ് ഒരു മെജോറിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു പ്രീ റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ട് മാത്രം കൊടുത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് അത് കംഫർട്ട് ആവില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ ടോപ്പിക്കിന്റെയും ലൈവ് ക്ലാസ്സസ് അറ്റ് ദ എൻഡിങ് പോർഷനിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അതോടൊപ്പം ഈ ലൈവിന്റെയും റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ട്. അതോടൊപ്പം ഓരോ ടോപ്പിക് ബേസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഇതിനകത്ത് കാണും. ദെൻ ആപ്ലിക്കേഷൻ ലെവൽ PVQ ഡിസ്കഷൻസ്, അത് കാര്യം നമ്മുടെ കുറച്ചൊരു അഡ്വാൻസ്ഡ് ലെവലിലായി നമ്മുടെ PSC ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ലപോലൊരു ആപ്ലിക്കേഷൻ ലെവലുള്ള PVQ ഡിസ്കഷൻസ് നിങ്ങൾക്ക് റെക്കോർഡിംഗ് ആയിട്ടും ലൈവായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം ടെസ്റ്റ് സീരീസ് നമ്മൾ ടോപ്പിക് ബേസ് ആയിട്ടുള്ള ഒരു 30 to 50 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ അതോടൊപ്പം ഒരു ടെസ്റ്റ് സീരീസ് കൂടെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റ് സീരീസ് നമ്മുടെ ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും മികച്ച യോഗ്യരായിട്ടുള്ള ഒരു മെന്റർ സപ്പോർട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഞങ്ങളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കോഴ്സിന്റെ ബാക്കി ഫീച്ചേഴ്സ് അറിയണമെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ തന്നെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കോഴ്സ് എടുത്ത് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. താങ്ക്